ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇതേ മീനഭരണിക്ക് ആറ്റുപുഴക്കാവ് വെളിയത്തുനാടുള്ള ആറ്റുപുഴക്കാവ് അമ്പലത്തിൽ തൂക്കത്തിന് പോയതാണ്. ഞാനും പിള്ളേരും എൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ചാടിൽ കയറണവരെ കൊണ്ടുവന്നതാണ്. ചെണ്ടകൊട്ടും താലമൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ്. അവിടെ ഒരു നുറുക്കാരൻ ഇരിപ്പുണ്ട്. തിരിച്ചു പോകുമ്പോൾ മേടിക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ചെണ്ടകൊട്ട് കേട്ടിട്ട് എൻ്റെ ചെറുക്കന് ഭയങ്കര പേടിയാണ്. അവന് ഈ ഇങ്ങനത്തെ കൊട്ടൊന്നും ഇഷ്ടമല്ല. മേളമാണ് അവനിക്കിഷ്ടം കൂടുതൽ. പിന്നെ അമ്മേനെ സോപ്പിട്ട് 3 കൂടി പോയി ഐസ്ക്രീം മേടിക്കേണ്ടിട്ടാണ്. എനിക്ക് മേടിച്ചു തന്നില്ല, പരാതിയില്ല. അമ്മ പോയി മേടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് മൂത്ത ആൾക്ക് റെഡ് വെൽവെറ്റിൻ്റെയും ഇളയ ആൾക്ക് എന്താണ് പിസ്ത, ഏറ്റവും ഇളയതിന് വാനിലയും പിന്നെ സ്ട്രോബെറിയും കൂടി ഉള്ള ഫ്ലേവറാണ് മേടിച്ചു കൊടുത്ത അമ്മ. തിന്നുമായിരുന്നു 3 പേരും കൂടി. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് കയറി. അപ്പോൾ തൂക്കക്കാരനെ ചാടിൽ കെട്ടാനുള്ള ചടങ്ങാണ് അടുത്തത്. അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് താന്നു. ഇനി അതിൽ ആൾ കയറും. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത തൂക്കക്കാരനെ കൊണ്ട് വരുന്നതാണ് ആ കാണുന്നത്. ചെണ്ടകൊട്ടും ബഹളമൊക്കെ ആയിട്ട് വരെയാണ്. ഇതൊരാചാരമാണ് കേട്ടോ ഈ അമ്പലത്തിൽ. അതേ തൂക്കക്കാരൻ കയറിയിട്ടുണ്ട്. ഇനി അമ്പലത്തിന് ഒരു വലത്ത് വെച്ചിട്ട് അതിൽ പിള്ളത്തൂക്കമുണ്ട്. പിള്ളത്തൂക്കം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്കുള്ള വഴിപാടാണത്. കുഞ്ഞു കുട്ടികളെ ദേവിയുടെ മുമ്പിൽ 3 തവണ എടുത്ത് പൊക്കയും താത്തയും ഇങ്ങനെ ദേവിയുടെ മുമ്പിൽ 3 തവണ അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു ചടങ്ങാണ്. ഇഷ്ടംപോലെ ചേട്ടന്മാരും അമ്മമാരൊക്കെ ഇങ്ങനെ തോളിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരെയും മാറ്റി നിർത്തണതാണ് അവിടെ നിന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക് വശം അടിച്ച് കൊണ്ടു കഴിഞ്ഞാൽ വീഴും. അത് കാരണം എല്ലാവരെയും ചേട്ടന്മാരെല്ലാവരെയും പിടിച്ച് മാറ്റുകയാണ്. അപ്പോൾ ദേവിയുടെ നടക്കെത്തി ഇനി ഓരോ കുട്ടികളായിട്ട് വഴിപാട് നടത്തുന്നതാണ്. എൻ്റെ കുഞ്ഞൂട്ടനുണ്ടായി വഴിപാട്, പക്ഷെ ഇത്തവണ ചെയ്തില്ല. അത് അടുത്ത വർഷത്തേക്ക് വെച്ചേക്കാണ്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് കുഞ്ഞൂട്ടൻ്റെ തൂക്കത്തിൻ്റെ വീഡിയോ ഇടാം. ഇങ്ങനെ ഒരു 15 കുട്ടികളുടെയോളം ഉണ്ടായിരുന്നു. ഞാനത് ഫുള്ളും ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ കുഞ്ഞൂട്ടനെ മേളം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ശിങ്കാരി പോലത്തുള്ള മേളമില്ലേ, അതൊന്നും എൻ്റെ ചെറുക്കന് ഇഷ്ടമല്ല. അവൻ താളം പിടിക്കുന്നുണ്ടോ, അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടോട്ടാ. പക്ഷെ ആരും ശ്രദ്ധിക്കണമെന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. ഫോൺ അങ്ങനെ വെച്ചത് പുള്ളി കണ്ടില്ല. അതിനുള്ളതൊന്നും തോണ്ടി അതോടുകൂടി പുള്ളി നിർത്തി. ഇനി ചെയ്യൂല, ഇനി വേണ്ടി ചെയ്യില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് തൂക്കത്തിൻ്റെ. അപ്പോൾ എല്ലാവരും മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണൊന്ന് തെളിഞ്ഞൊന്ന് കിട്ടിയത്. താഴെ തുടങ്ങി മേളിൽ വരെയുള്ള വീഡിയോ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് എല്ലാവരുടെയും. ഇപ്പോഴൊന്ന് മര്യാദക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇത്രയും ആൾക്കാരുടെ ചുമലിലേറ്റിയാണ് ഇയാളെ കൊണ്ടുപോകണത്. ഭയങ്കര ഒരു ആചാരമാണ്. എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഈ വഴിപാട്. എനിക്കെൻ്റെ അച്ചാച്ചനാണ് ചെയ്തു തരുന്നത്. ഞാൻ ഓർക്കണുണ്ട് അന്ന് എൻ്റെ വഴിപാട് നടത്തിയതൊക്കെ ഞാൻ ഓർക്കണുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു, ലാസ്റ്റ് തൂക്കുമായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ചെണ്ടക്കാരുടെ പെർഫോമൻസ് കാണാൻ ഞങ്ങൾ നിന്നതാണ്. അടിപൊളി കൊട്ടല്ലേ അവരുടെ. കുറച്ച് നേരം കേട്ട് നോക്കാം നമുക്ക്. അതിനിടയ്ക്ക് ശാന്തി വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നട അടച്ചുല്ലോ, അപ്പോൾ ഇനി പുറത്തു നിന്ന് കൊട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് ശാന്തി അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇവരാരും കേൾക്കണില്ല. പിന്നെ കുറച്ച് ചേട്ടന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാണ് നിർത്തിയത്. അങ്ങനെ നിർത്തി. ഞങ്ങൾ മേടിച്ച ഹൈഡ്രജൻ ബലൂണും കൊണ്ട് ആ ചേട്ടൻ പോകുന്ന ചേണ്ടേന്നാണ് ഞങ്ങൾ ഹൈഡ്രജൻ ബലൂൺ മേടിച്ചത്. 2 ഹൈഡ്രജൻ ബലൂൺ മേടിപ്പിച്ചിട്ട് തന്നെ
അപ്പോൾ ഈ വർഷത്തെ മീനഭരണി മഹോത്സവം അവിടെ കഴിഞ്ഞു. എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ.